ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് സാറ്റർഡേ സൺഡേ ബിഗ് ബോസ് സീസൺ 6 എവിക്ഷൻ ഡേ ആണ്. അപ്പോൾ ലാലേട്ടൻ വരുന്ന ദിവസമാണ്. ആകെ 8 പേരാണ് ഹൗസിലുള്ളത്. ആ 8 പേരിൽ അഭിഷേക് ഫൈനലിലേക്ക് സെലക്ട് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അഭിഷേക് ഈ പ്രാവശ്യം നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി 7 പേരുടെ റിസൾട്ടാണ് നമ്മൾ ഇന്നും നാളെയുമായിട്ട് അറിയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മീഡിയയിലും നിങ്ങളെല്ലാവരും കണ്ടു കാണും. നോറയാണ് പുറത്തേക്ക് പോകുന്നത് എന്നാണ് കൺഫേം ആയിട്ടുള്ളത്. നോറ കഴിഞ്ഞ വീക്ക് ഇതുപോലെ പുറത്തായതാണ്. എന്നിട്ട് വീണ്ടും ഹൗസിലേക്ക് ബിഗ് ബോസ് കയറ്റി വിടുകയായിരുന്നു ചെയ്തത്. ഈ ആഴ്ച നോറ എന്തായാലും ഔട്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ബാക്കി 7 പേരുടെ വോട്ട് കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നോറയാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നോറ പുറത്താവും. എന്തായാലും ചിലപ്പോൾ ഡബിൾ എവിക്ഷൻ നടക്കും. കാരണം ഇത്രയും ദിവസം ആയ സ്ഥിതിക്ക് ഇത്രയും പേരിനെ അവിടെ നിർത്തുന്നത് പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ എവിക്ഷൻ നടക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോറയും ശ്രീതുവാണ് പുറത്ത് പോകേണ്ടത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് നടക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ എന്തായാലും പോവും. പക്ഷേ ശ്രീതു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ട്വിസ്റ്റ്. കാരണം മലയാളികളാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ വോട്ട് സിജോയ്ക്കും ഋഷിക്കും ഒക്കെ കിട്ടും. പക്ഷേ കൂടുതലും തമിഴ് ആ ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാർ വോട്ട് ചെയ്താൽ ആ വോട്ട് മൊത്തം ശ്രീധുവിനായിരിക്കും കിട്ടുക. അപ്പോൾ സിജോയ്ക്കും ഋഷിക്കും വോട്ട് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടുന്ന് വോട്ട് കിട്ടിയാൽ ശ്രീധു ഈ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഋഷിയോ സിജോയോ ആരെങ്കിലും ഒരാൾ നോറയുടെ കൂടെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. പറഞ്ഞു കേൾക്കുന്നത് സിജോ ആണ് ഔട്ടാവുന്നത് എന്നാണ്. പക്ഷെ സിജോവിനെയും ശ്രീധുവിനെയും വെച്ച് നോക്കുമ്പോൾ ശ്രീധുവിനേക്കാൾ കൂടുതൽ അവിടെ യോഗ്യതയുള്ളത് സിജോയ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ഔട്ടാവുന്നത്.